നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുപുഴ ATM കൗണ്ടറിൽ മോഷണം നടത്താൻ ശ്രമിച്ച കേസിൽ 17-കാരൻ പോലീസ് പിടിയിലായി. അധികൃതരുടെ കടാക്ഷം കാത്ത് ക്ഷേത്രം സ്ഥാനികരും കോലക്കാരും. പ്രഖ്യാപിച്ച ഉയർന്ന വേതനം വിതരണം ചെയ്യാത്ത ദേവസ്വം ബോർഡിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഉദ്ഘാടനാരവം അടങ്ങും മുൻപ് ചോർന്നൊലിച്ച് ചെറുകുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. മാടായിക്കാവിൽ TV രാജേഷ് MLA ഫണ്ടിൽ നിന്ന് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വ്യാപക തിരച്ചിൽ. വാർത്തകൾ വിശദമായി. പ്രാപ്പോയിൽ സഹകരണ ബാങ്ക് ശാഖകളിലും ചെറുപുഴ ATM കൗണ്ടറിലും മോഷണം നടത്താൻ ശ്രമിച്ച കേസിൽ 17-കാരൻ പോലീസ് പിടിയിലായി. പ്രാപ്പോയിൽ എയ്യങ്കല്ല് സ്വദേശിയെയാണ് കഴിഞ്ഞ ദിവസം രാത്രി വെള്ളോറിയിൽ നിന്ന് പെരിങ്ങോം SI KV നിതീഷും സംഘവും അറസ്റ്റ് ചെയ്തത്. അടുത്തിടെ 3.25 ലക്ഷം രൂപ വില പറഞ്ഞു വാങ്ങിയ കാറിന്റെ 2 ലക്ഷത്തോളം രൂപ നൽകാനാണ് ബാങ്ക് കവർച്ച നടത്താൻ ശ്രമിച്ചതെന്ന് പ്രതി സമ്മതിച്ചതായി പോലീസ് പറയുന്നു. പ്രാപ്പോയിൽ ടൗണിലെ സഹകരണ ബാങ്ക് ശാഖകൾ തകർത്ത് പണം കവരാനുള്ള ശ്രമം നാട്ടുകാരുടെ ഇടപെടൽ മൂലം പരാജയപ്പെട്ടതോടെയാണ് കഴിഞ്ഞ ദിവസം ചെറുപുഴ ബസ് സ്റ്റാൻഡ് സമീപത്തെ ATM തകർക്കാൻ ശ്രമിച്ചത്. ATMലെ ക്യാമറയുടെ കേബിളുകൾ മുറിച്ചു മാറ്റുകയും ATM മെഷീന്റെ പിന്നിലെ പൂട്ട് തകർക്കാനും സാധിച്ചെങ്കിലും പണം കവരാൻ കഴിഞ്ഞില്ല. പ്രാപ്പോയിൽ ടൗണിലെ റൂറൽ ബാങ്ക് ശാഖയിൽ കയറുന്നതിനിടെ നാട്ടുകാർ കണ്ടെത്തിയതിനെ തുടർന്ന് യുവാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. നാട്ടുകാർ നൽകിയ സൂചനകളെ തുടർന്നാണ് യുവാവ് പിടിയിലായത്. പ്രതിയെ തലശ്ശേരി ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. അധികൃതരുടെ കടാക്ഷം കാത്ത് ക്ഷേത്രം സ്ഥാനികരും കോലക്കാരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ 3000-ഓളം വരുന്ന ക്ഷേത്രം ആചാരസ്ഥാനികരും കോലക്കാരുമാണ് മാസവേതനത്തിനായി ദേവസ്വം ബോർഡിന്റെ കരുണ കാത്ത് കഴിയുന്നത്. ഉയർന്ന വേതനം പ്രഖ്യാപിച്ചിട്ടും നാളിതുവരെയായി വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഉത്തര മലബാറിലെ 300-ഓളം വരുന്ന ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങൾ ഒളിമങ്ങാതെ ഇന്നത്തെ കാലത്തും കാത്തുസൂക്ഷിക്കുന്നവരാണ് ഈ ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനികരും കോലധാരികളും. കലശം കുളിച്ചതിൽ പിന്നെ ഷർട്ട് പോലും ധരിക്കാതെ ദേവീദേവന്മാരുടെ പ്രതിപുരുഷന്മാരാവുകയാണിവർ. വ്യത്യസ്തമായ ജീവിതശൈലിയായതുകൊണ്ട് തന്നെ ജീവിതമാർഗത്തിനും ബുദ്ധിമുട്ട് നേരിടുന്നു. കൃഷി മാത്രമാണ് മുഖ്യമായും ഇവരുടെ ജീവിതവൃത്തി. 2006-ൽ അന്നത്തെ ദേവസ്വം മന്ത്രി KC വേണുഗോപാൽ സ്ഥാനികരുടെയും കോലധാരികളുടെയും പ്രതിമാസ വേതനം 575 രൂപയാക്കി നൽകാൻ തീരുമാനിച്ചിരുന്നു. തുടർന്ന് ഇടതുപക്ഷ ഭരണകാലത്ത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇത് 800 രൂപയാക്കി ഉയർത്തിയിരുന്നു. എന്നാൽ നാളിതുവരെയായി വർദ്ധിപ്പിച്ച വേതനം ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഭരണം മാറിയിട്ടും പ്രശ്നപരിഹാരത്തിന് സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ക്ഷേത്രം സ്ഥാനികർ പറയുന്നത്. ഗവൺമെന്റ് കിട്ടുന്ന ആനുകൂല്യത്തിന് വേണ്ടി, ഈ പെൻഷൻ്റെ ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷ ഫോറം വരെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ദേവസ്വം ഓഫീസിൽ പോയി അവിടുന്ന് അപേക്ഷ ഫോറം സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. വീണ്ടും മന്ത്രിയെ കണ്ടു, മുഖ്യമന്ത്രിയെ കാസർഗോഡ് പോയി കണ്ടു, അപേക്ഷ കൊടുത്തു, അതുമില്ല. ഞങ്ങൾ നേരിട്ട് തിരുവനന്തപുരം അസംബ്ലിയിൽ പോയി അവിടുന്ന് മുഖ്യമന്ത്രിയെ കണ്ടു, ദേവസ്വം മന്ത്രി ശിവകുമാറിനെ കണ്ടു, ഉദുമ കുഞ്ഞിരാമൻ MLA അവർക്കുണ്ടായിന്. ഇത് ഒന്നും പരിഗണിച്ചില്ല. നമ്മൾക്ക് ഈ അപേക്ഷ ഫോറം കിട്ടേണ്ട ഒരു ചെയ്തു തരണമെന്നാണ് പറയുന്നത്. മാസവേതനത്തിനായി അപേക്ഷ സമർപ്പിച്ച സ്ഥാനികരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പുമില്ല. പുതുതായി അപേക്ഷ നൽകിയവരുടെ 1300-ൽ പരം ഫയലുകൾ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നുമുണ്ട്. ദിവസം കഴിയുന്തോറും സ്ഥിതി കൂടുതൽ മോശമാവുകയാണ്. ഇപ്പോൾ അപേക്ഷാ ഫോറം പോലും നൽകാതെയാണ് അർഹതപ്പെട്ട വേതനത്തിന് ദേവസ്വം ബോർഡ് വിലങ്ങുതടിയാവുന്നത്. ദേവസ്വം ബോർഡിന്റെ നിലപാടിനെതിരെ മലബാറിലെ വിവിധ സമുദായ നേതൃത്വത്തിനും ആചാരസ്ഥാനികർക്കുമിടയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇത് സംബന്ധിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനും കൺവെൻഷൻ വിളിച്ചു ചേർത്തിരിക്കുകയാണ് ക്ഷേത്രം സ്ഥാനികർ. ഉത്തര മലബാർ സംയുക്ത ക്ഷേത്രം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ സജീവ് മറോണിക്ക് മുൻപാകെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച ശേഷമാകും പ്രതിഷേധ പരിപാടിയിലേക്ക് കടക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ചെറുകുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച OP കെട്ടിടം ചോർന്നൊലിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞ കെട്ടിടത്തിൽ വൈദ്യുതി കണക്ഷൻ പോലും ലഭിച്ചിട്ടില്ല. പ്രതിഷേധം വ്യാപകമാകുന്നു.
ഇത് കഴിഞ്ഞ ദിവസം പി കരുണാകരൻ എം പി ഉദ്ഘാടനം ചെയ്ത ചെറുകുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം OP കെട്ടിടം. കെട്ടിടം മഴയത്ത് ചോർന്നൊലിച്ച് മുറിക്കകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ കെട്ടിടത്തിൽ വയറിംഗ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി ലഭിച്ചിട്ടില്ല. ആതുര ശുശ്രൂഷ രംഗത്ത് അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി മോഡറൈസേഷൻ ഗവൺമെന്റ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി 6.75 ലക്ഷം രൂപയും കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണത്തിൽ 13.25 ലക്ഷം രൂപയും ഉൾപ്പെടെ 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം പൂർത്തിയാക്കിയത്. 2007 ആരോഗ്യവകുപ്പ് തുടങ്ങിയ പ്രവൃത്തിയാണ് 8 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പൂർത്തിയായത്. കെട്ടിടം കൊണ്ട് യാതൊരു ഉപയോഗവുമില്ലെന്നാണ് ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഗവൺമെന്റിന്റെ അനാസ്ഥയാണ് കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇത്രയും തുക ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഉപയോഗശൂന്യമാക്കിയതിൽ വ്യാപകമായ പ്രതിഷേധമുയരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായിക്കാവിൽ TV രാജേഷ് MLA ഫണ്ടിൽ നിന്ന് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം TV രാജേഷ് MLA നിർവഹിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിയേണ്ടതായിരുന്നു. ആ കാര്യത്തിൽ നമ്മുടെ ദേവസ്വം ബോർഡിന് വലിയ സഹായം ചെയ്യാൻ നേരത്തെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏതായാലും ഒരു പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. പുതിയ പ്രസിഡന്റ് ആ കാര്യത്തിൽ സജീവമായ താല്പര്യമെടുക്കും എന്ന് നമുക്ക് എല്ലാവർക്കും. മാടായിക്കാവിലെ പരിസര പ്രദേശത്തെ ഭക്തജനങ്ങളുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു ക്ഷേത്രത്തിന് മുന്നിൽ ഹൈമാസ്റ്റ് ലൈറ്റ് വേണമെന്നത്. കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് മാടായിക്കാവിൽ എത്തിച്ചേരുന്നത്. ഭക്തജനങ്ങളുടെയും ക്ഷേത്ര നവീകരണ സമിതിയുടെയും അഭ്യർത്ഥന മാനിച്ചാണ് MLA പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് ക്ഷേത്രത്തിനു മുന്നിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. TV രാജേഷ് MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ തച്ചൻ അധ്യക്ഷയായി. PP കരുണാകരൻ, M കുഞ്ഞിരാമൻ, AP ബദറുദ്ദീൻ, N പ്രസന്ന, K ഗോവിന്ദൻ, മടപ്പള്ളി പ്രദീപൻ, K വിനോദ്, KV രാമചന്ദ്രൻ, N നാരായണ പിടാരർ, KM അരവിന്ദാക്ഷൻ എന്നിവർ സംബന്ധിച്ചു. IT മെക്കാടം റോഡിൽ വീണ്ടും വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് പോസ്റ്റ് തകർന്ന് കാറിന് മുകളിൽ പതിച്ചു. കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെ പയ്യന്നൂർ ഭാഗത്തു നിന്ന് IT വഴി പടന്നയിലേക്ക് പോവുകയായിരുന്ന KL 60D 8009 കാറാണ് IT സംയമ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിന് സമീപം അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് അമിത വേഗതയാണ് ഇതിന്റെ പ്രധാന കാരണം. നമ്മളിപ്പം വളരെ സന്തോഷത്തോടെ വളരെ പ്രതീക്ഷയോടെ ഈ റോഡ് പുതുതായി നിർമ്മിച്ചതും പുതിയ രീതിയിൽ മെക്കാഡം ചെയ്തപ്പോഴും വളരെ സന്തോഷിക്കാണ്ടായത്. പക്ഷേ ഫലം നേരെ എതിരാണ്. അമിത വേഗത പറഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അത്രയും സ്പീഡിൽ, കാണാൻ പോലും പറ്റാത്തത്രയും സ്പീഡിലാണ് വാഹനങ്ങളുടെ പോക്ക്. അവന് ഇവിടെ എല്ലാ സമയം എല്ലാവരും നാട്ടുകാർ വളരെ ഒറ്റക്കെട്ടായി ഓടിയെത്തുന്നതുകൊണ്ടാണ് പല അപകടങ്ങളും പല ആൾക്കാരും രക്ഷപ്പെടുത്താൻ പറ്റിയത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിൽ നാട്ടുകാർക്ക് മറ്റും പല പരാതികളുണ്ട്. ഈ നിർമ്മാണത്തിൽ KCBയുടെ ഈ തൂണ് നിർമ്മാണത്തിൽ വളരെയധികം അഴിമതി നടത്തിയിട്ടുണ്ടെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. അതായത് കോൺക്രീറ്റ് നിർമ്മാണത്തിൽ ഇപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും വളരെ നേരിയ കമ്പിയുണ്ട്. ശരിയായ രീതിയിൽ കൂട്ട് ഇല്ലാത്ത രീതിയിൽ നിർമ്മിച്ചു എന്നാണ് ഒന്നാമത്തെ തകരാറ്. അതുപോലെ വളരെ ആഴത്തിൽ കുറിച്ചിട്ടുണ്ട്. ആ കുഴി നമുക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും 2 ഇഞ്ച് ആഴത്തിൽ മാത്രം കുഴി കുഴിച്ച് തൽക്കാലം പേരിനാണ് നിർത്തിയ രീതിയിലുള്ളത്. അതും അപകടത്തിന് കാരണമാണ്. അപ്പോൾ അവരുടെ അശ്രദ്ധയും അതുപോലെ അമിത വേഗതയുമാണ് ഇത്തരം അപകടങ്ങൾ ഇവിടെ നിരന്തരം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം. ഹൈടെൻഷൻ ലൈൻ കടന്നു പോകുന്ന കോൺക്രീറ്റ് ഇലക്ട്രിക്കൽ പോസ്റ്റ് പാടെ തകർന്ന് കാറിന് മുകളിൽ പതിച്ച നിലയിലാണ്. വീഴ്ചയിൽ വൈദ്യുതി നിലച്ചതിനാൽ ദുരന്തം ഒഴിവാകുകയായിരുന്നു. കാർ ഓടിച്ചിരുന്ന തെക്കേക്കാട്ടിലെ ഉനൈഫ്, ഉമ്മ, സഹോദരി, 2 കുട്ടികളടക്കം വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. നാട്ടുകാർ ഓടിയെത്തി ഉടനെ തന്നെ പരിക്കേറ്റവരെ പയ്യന്നൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരുക്ക് ഗുരുതരമല്ല. അതേസമയം കോൺക്രീറ്റ് പോസ്റ്റ് നേർത്ത കമ്പി ഉപയോഗിച്ചാണ് നിർമ്മിച്ചതെന്നും പോസ്റ്റിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അംഗീകൃത ഗ്രന്ഥശാലകൾക്കുള്ള പുസ്തക വിതരണത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ഗൗരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. 4 ലക്ഷം രൂപയിലാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 80ഓളം അംഗീകൃത വായനശാലയ്ക്കാണ് 7000ഓളം രൂപയുടെ പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ഗൗരി ഗ്രന്ഥശാല കൗൺസിൽ ജില്ലാ സെക്രട്ടറി ബൈജു PK കൈമാറി പുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്തു. ഏകദേശം നമ്മൾ ഒരു 15-20 വെക്കാമെന്നാണ്, വിപുലമായ രീതിയിൽ വെക്കാമെന്ന് ആലോചന നടത്തി. പക്ഷെ അത് വേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ നമുക്കറിയാം ഇലക്ഷൻ പ്രഖ്യാപനം ഏത് സമയവും വരും. അപ്പോൾ നമ്മുടെ ഈ ആഗ്രഹം സഫലമാകുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കില്ല. ചടങ്ങിന്റെ ഭാഗമായി വയോജന കേന്ദ്രങ്ങൾക്ക് നൽകുന്ന ഫർണിച്ചറും വിതരണം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ദാമോദരൻ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. അജിത,
വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമണി എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PM രാജീവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ കൃഷ്ണൻ നിരവത്ത് ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. ഹക്കീം വധക്കേസ് അന്വേഷണം CBI ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി വിധിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ കേസിനാസ്പദമായ സംഭവം സംബന്ധിച്ച് ഇനി ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. 2014 ഫെബ്രുവരി മാസം 10-ാം തീയതി രാവിലെ ഹക്കീമിന്റെ മൃതദേഹം. ഹൈക്കോടതി ഉത്തരവ് ജനകീയ സമരത്തിന്റെ വിജയമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ C. കൃഷ്ണൻ MLA അഭിപ്രായപ്പെട്ടു. കേസ് CBIക്ക് വിട്ട ഹൈക്കോടതി നടപടിയെ പിന്തുണച്ചാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. T. പുരുഷോത്തമൻ അധ്യക്ഷനായി. GD നായർ, KV ലളിത, M. രാമകൃഷ്ണൻ, K. ദേവി, TCV ബാലകൃഷ്ണൻ, ലാലു തെക്കേത്തലക്കൽ, P. ജയൻ, വിനോദ് രാമന്തളി, TP സുനിൽകുമാർ, ഇക്ബാൽ പോപ്പുലർ, K. രാഘവൻ, PV കുഞ്ഞപ്പൻ, ജമാൽ കടന്നപ്പള്ളി, AV തമ്പാൻ എന്നിവർ സംസാരിച്ചു. പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബോംബ് സ്ക്വാഡ് തിരച്ചിൽ നടത്തി. പയ്യന്നൂർ CI PK മണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരച്ചിൽ നടത്തിയത്. കാലങ്ങളായി രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളായ പെടേന, മാതിപ്പാറ, പെരുന്തട്ട, തവിടുശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ബോംബ് സ്ക്വാഡ് തിരച്ചിൽ നടത്തിയത്. സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തുന്ന തെരച്ചിൽ മാത്രമാണിതെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പയ്യന്നൂർ CIക്കൊപ്പം ബോംബ് സ്ക്വാഡ് SI രാമചന്ദ്രൻ, പെരിങ്ങോം പ്രിൻസിപ്പൽ SI നിഷിത്ത്, SI ഗംഗാധരൻ എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. റെയ്ഡിന് പോലീസ് നായ ബ്രൂണിയുടെ സേവനവും ഉപയോഗപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. JCI വാരാഘോഷത്തിന്റെ ഭാഗമായി JCI പിലാത്ര ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റുമായി സഹകരിച്ച് ലക്ഷ്മി തരു ക്യാൻസർ പ്രതിരോധ ഔഷധ സസ്യം നട്ടുപിടിപ്പിച്ചു. പരിയാരം ഉർസുലിൻ സ്കൂളിൽ നടന്ന നടീൽ ഉദ്ഘാടനം പ്രിൻസിപ്പൽ സിസ്റ്റർ ഷേർലി തോമസ് നിർവഹിച്ചു. ക്യാൻസറിന് പ്രതിവിധിയായി പറയപ്പെടുന്ന സസ്യമാണ് ലക്ഷ്മി തരു. സസ്യത്തിന്റെ കാണ്ഡവും ഇലയുമാണ് ക്യാൻസർ പോലുള്ള മാരകരോഗത്തിന് പ്രതിവിധിയായി പറയപ്പെടുന്നത്. ഒരു ഇലയ്ക്ക് 1 രൂപയും ഒരു തൈക്ക് 250 രൂപയും വില വരുന്ന സാഹചര്യത്തിൽ ഈ സസ്യം എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത്. പരിയാരം ഉർസുലിൻ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഷേർലി തോമസ് തൈനടിയിൽ നിർവഹിച്ചു. JCI പിലാത്ര പ്രസിഡന്റ് ഷാജി മാസ്ക്, ഹോപ്പ് ട്രസ്റ്റി ജയമോഹൻ, ഷനിൻ, രാജീവൻ, ഫറൂഖ്, രാമചന്ദ്രൻ, അനീസ്, റിയാസ് എന്നിവർ സംബന്ധിച്ചു. ഉർസുലിന് പുറമെ പിലാത്ര UP സ്കൂൾ, വിളയാങ്കോട് LP സ്കൂൾ എന്നിവിടങ്ങളിലും പരിപാടി സംഘടിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാരകരോഗങ്ങൾക്ക് ചികിത്സയ്ക്ക് ഉപയുക്തമാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് സൗജന്യമായി എല്ലാവർക്കും അനുഭവേദ്യമാകുന്ന ഒരു അവസരം ഉണ്ടാകേണ്ടതാണ്. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനെ വ്യാപാരവൽക്കരിക്കപ്പെടുന്നതിനെതിരായിട്ട് ഒരു നീക്കമെന്ന നിലയിൽ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റും JCI അതുപോലെയുള്ള മറ്റ് സന്നദ്ധ സംഘടനകളുമായി കൈകോർത്തുകൊണ്ട് 3 ലക്ഷം തൈകൾ സൗജന്യമായി നമ്മുടെ പറമ്പുകളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടക്കമെന്ന നിലയിൽ ഇന്ന് വിവിധ സ്കൂളുകളിലായിട്ട് JCIയുടെ നേതൃത്വത്തിൽ ഈ തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പരിപാടി തുടങ്ങുന്നതാണ്. മഞ്ഞപ്പിത്തത്തിനുള്ള ഒറ്റമൂലി ചികിത്സയിലെ പെരുമയുമായി മാത്തിൽ വടശ്ശേരിയിലെ P. ഗംഗാധരൻ അടിയോടി. കഴിഞ്ഞ 28 വർഷമായി ഈ രംഗത്തുള്ള അടിയോടിയുടെ പ്രശസ്തി ദേശവും കടന്ന് മുന്നേറുകയാണ്. വടശ്ശേരി സുബ്രഹ്മണ്യൻ കോവിലിന് സമീപം താമസിക്കുന്ന ഗംഗാധരൻ അടിയോടിയെ അറിയാത്തവരായി വടശ്ശേരി ഭാഗത്തിൽ ആരുമുണ്ടാകില്ല. അത്രയ്ക്കുണ്ട് അടിയോടിയുടെ മഹിമ. കഴിഞ്ഞ 28 വർഷമായി മഞ്ഞപ്പിത്തത്തിനുള്ള ചികിത്സയിൽ വ്യാപൃതനാണ് അടിയോടി. രോഗത്തിന്റെ കാഠിന്യം അനുസരിച്ചാണ് ചികിത്സ. രോഗിയുടെ വീട്ടിലെത്തിയാണ് ചികിത്സ നൽകുന്നത്. രോഗിയെ കണ്ടാൽ തന്നെ അടിയോടിക്ക് കാര്യം മനസ്സിലാകും. പിന്നെ തിരികെ നാട്ടിലെത്തി മരുന്നുണ്ടാക്കും. ഒരു വൃക്ഷത്തിന്റെ തൊലി ചെത്തിയെടുത്താണ് മരുന്നുണ്ടാക്കുന്നത്. വൃക്ഷത്തിന്റെ പേര് പറയാൻ അടിയോടി ആഗ്രഹിക്കുന്നില്ല. തൊലിയെടുത്ത് പൊടിച്ച് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് മരുന്നുണ്ടാക്കുന്നു. അതുമായി രോഗിയുടെ വീട്ടിലേക്ക് പോകാൻ അടിയോടിക്ക് മടിയൊന്നുമില്ല. രോഗിയെ വെറുതെ കഷ്ടപ്പെടുത്തേണ്ടെന്നാണ് ഇദ്ദേഹത്തിന്റെ ഭാഷ്യം. മരുന്ന് കഴിച്ച് കുറച്ചു കഴിഞ്ഞാൽ തന്നെ രോഗി ഉന്മേഷം വീണ്ടെടുക്കും. പിന്നെ 4 നാൾ ചികിത്സ. അപ്പോഴേക്കും രോഗി രോഗത്തിൽ നിന്ന് മുക്തി നേടിയിരിക്കും. വടശ്ശേരി ഗ്രാമത്തിൽ മഞ്ഞപ്പിത്തം വന്നവർ ഇദ്ദേഹത്തിന്റെ ചികിത്സയുടെ മഹത്വം മനസ്സിലാക്കിയവരാണ്. വടശ്ശേരിയിൽ മാത്രമല്ല, കിഴക്ക് ചെറുപുഴയിലും പടിഞ്ഞാറ്
കൊടക്കാട്ടുമെല്ലാം ചികിത്സയ്ക്കായി അടിയോടി ഓടിയെത്തുന്നു. കൊടുത്തവർക്കെല്ലാം ഒരു 95% ശരിക്കും മാറിയിട്ടുണ്ട്. മഞ്ഞപ്പിത്തം എല്ലാവർക്കും ആശ്വാസമാണ്. മരുന്ന് കുടിക്കുമ്പോൾ തന്നെ എനിക്ക് സുഖമുണ്ട് എന്ന് ആ രോഗിക്ക് തോന്നും. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഏത് വീട്ടിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ പോയിട്ട് ഞാൻ മരുന്ന് കൊടുക്കാറുണ്ട്. കാരണം വീട്ടുകാർക്ക് ഒരു വിഷമവും ഇല്ലാത്ത വിധത്തിലാണ് മരുന്ന് കൊടുക്കുന്നത്. കാരണം അവർക്കൊരു പിന്നെ മരുന്ന് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടെൻഷനായി. കാരണം ഈ ലേശം ഒന്ന് നേരെയാവുന്നത് വരെ. പിന്നെ വീട്ടുകാർക്ക് റിലാക്സായി, നല്ല റിലാക്സാണ് വീട്ടിലുള്ളവർക്കെല്ലാം. ഇറിഗേഷൻ വകുപ്പിൽ ജോലിയുണ്ടായിരുന്നപ്പോൾ രാവിലെ ജോലിക്കെത്തുന്നതിന് മുമ്പ് രോഗിയുടെ വീട്ടിലെത്തിയായിരുന്നു ചികിത്സ. ഇപ്പോൾ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചു. അതിനാൽ തന്നെ ധാരാളം സമയവുമുണ്ട്. ഒറ്റമൂലി ചികിത്സയിൽ മാത്രമല്ല, നമുക്ക് ചുറ്റും കാണുന്ന പലതരം സസ്യങ്ങളെയും അടിയോടിക്ക് അടുത്തറിയാം. അതിന്റെ ഗുണങ്ങളും അറിയാം. ഇങ്ങനെ പ്രകൃതിയെ തൊട്ടറിഞ്ഞ് രോഗങ്ങൾക്കെല്ലാമുള്ള മരുന്ന് നമുക്ക് ചുറ്റുമുണ്ടെന്നറിഞ്ഞ് അടിയോടി യാത്ര തുടരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുണിയൻ യുവപ്രതിഭ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ചയും തൊഴിൽശാലയിലെ മികച്ച വായനക്കാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ AK സുമതി ഉദ്ഘാടനം ചെയ്തു. വൈക്കത്ത് നാരായണൻ മാസ്റ്റർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ജീവിതത്തിന്റെ വല്ലാത്ത ഏടുകളെ കൃത്യമായി പറിച്ചു വെച്ചുകൊണ്ട് ശാന്തമായി ഒഴുകുന്ന എന്നാൽ കുത്തൊഴുക്കുള്ള ഒരു നദി പോലെ ആണ് ഉറൂബിന്റെ സാഹിത്യലോകം എന്ന് പറയുന്നത്. തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ വിഭാവനം ചെയ്ത ഗ്രന്ഥാലയം എൻ്റെ വിദ്യാലയം പദ്ധതിയുടെ ഭാഗമായി തൊഴിൽശാലയിലെ പുസ്തക വായനയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ചവർക്കുള്ള വേങ്ങേൽ കുഞ്ഞിരാമൻ നായർ സ്മാരക പാരിജാതം പുരസ്കാരമാണ് കുണിയൻ ദിനേശ് BD കമ്പനിയിൽ വെച്ച് വിതരണം ചെയ്തത്. ഉറൂബിൻ്റെ ഉമ്മാച്ചുവാണ് ചർച്ച ചെയ്യപ്പെട്ടത്. NV പ്രകാശൻ മാസ്റ്റർ പുസ്തകത്തെ പരിചയപ്പെടുത്തി. ചടങ്ങിൽ പ്രഭാവതി അധ്യക്ഷയായി. കുമാരൻ മാസ്റ്റർ, VV സരോജിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കോഴിച്ചാലിൽ ചാരിറ്റി ആംബുലൻസ് സർവീസ് പ്രവർത്തനം ആരംഭിച്ചു. മാത്യു M. ചാലിൽ ആംബുലൻസ് സർവീസ് ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിച്ചാൽ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ആംബുലൻസ് സർവീസിന് തുടക്കമായത്. ഫാദർ ടോമി എഡാട്ട് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ്, പഞ്ചായത്ത് അംഗം ജോയിസ് പുത്തൻപുര, റെജി മാരിയിൽ, ഫാദർ GM സ്കറിയാറമ്പാൻ, പുല്ലായിക്കൊടി ഗോവിന്ദൻ നമ്പ്യാർ, ATV ദാമോദരൻ, J. സെബാസ്റ്റ്യൻ, മനോജ് വടക്കൽ, ജോസ് മാപ്രക്കാരോട് എന്നിവർ പ്രസംഗിച്ചു. മുന്നോടിയായി ഫാദർ CB ചെട്ടിക്കത്തോട്ടത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് നേതൃത്വം നൽകി. മാത്തിൽ അംഗൻവാടിയിൽ നാട്ടറിവ് പരിപാടി സംഘടിപ്പിച്ചു. മാത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജെസി മാത്യു ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പണ്ട് മുതലെയുള്ള നമ്മുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട അളവിൽ വേണ്ടത്ര പോഷകഘടകങ്ങൾ ലഭിക്കാത്ത ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പോഷകാഹാര വാരത്തോടനുബന്ധിച്ചാണ് ബോധവൽക്കരണ ക്ലാസും പോഷകാഹാര പ്രദർശനവും അംഗൻവാടിയിൽ സംഘടിപ്പിച്ചത്. നാട്ടിൽ കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പാചകം ചെയ്തുകൊണ്ടുവന്ന ഉൽപ്പന്നങ്ങൾ കുട്ടികളുടെ അമ്മമാർ പ്രദർശിപ്പിച്ചു. കടയിൽ നിന്നും കിട്ടുന്ന സാധനങ്ങൾ തീരെ ഉപേക്ഷിച്ചു. ചെമ്പരത്തിപ്പൂ സ്ക്വാഷും മുരിങ്ങയില കട്ട്ലറ്റും ഏറെ ശ്രദ്ധേയമായി. മത്തങ്ങ പായസം, പഴുത്ത പപ്പായ പായസം, മുത്താറിയുണ്ട, വിവിധയിനം ഇലകൾ ഉപയോഗിച്ചുള്ള കറികൾ എന്നിവയാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. നാട്ടിൽ സുലഭമായി ലഭിക്കുന്നതും നാം അറിയാതെ പോകുന്നതുമായ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ആഹാര പദാർത്ഥങ്ങളുടെ പ്രദർശനം അതുകൊണ്ടുതന്നെ ശ്രദ്ധേയമായി. അംഗൻവാടി ടീച്ചറായ KV കാർത്യായനി, ശ്രീമണി, KV മനീഷ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുകുന്ന പള്ളിക്കര ആദിദ്രാവിഡ LP സ്കൂളിൽ വിദ്യാർത്ഥികൾ കൃഷി ചെയ്ത വാഴകൃഷി വിളവെടുപ്പ് സ്കൂളിൽ നടന്നു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. നാരായണി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ്മയിലാണ് സ്കൂൾ മുറ്റത്ത് വാഴയും പച്ചക്കറിയും കൃഷി ചെയ്തത്. രാവിലെയും വൈകുന്നേരവും കുട്ടികൾ കൃഷി പരിപാലിക്കും. വിദ്യാർത്ഥി കൂട്ടായ്മയിൽ കൃഷിയിൽ വിജയം വരിച്ചപ്പോൾ കുരുന്നുകൾക്ക് പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം. നേന്ത്രവാഴ, ഞാലിപ്പൂവൻ, റോബസ്റ്റ് തുടങ്ങിയ ഇനത്തിൽപ്പെട്ട വാഴകളാണ് കൃഷി ചെയ്തത്. കൂടാതെ ചേന, ചേമ്പ്, വെണ്ട, പയർ, പപ്പായ എന്നിവയും കൃഷിയിറക്കി. ചെറുകുന്ന് കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും സഹകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്നു. വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഭാഗമായി പുതിയ പച്ചക്കറി വിത്ത് വിതരണവും സ്കൂളിൽ നടന്നു. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ സിസിലി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ K. രാഖി, വാർഡംഗം PC വിജയലക്ഷ്മി, KV ലീലാമ, ഷെറിൻ, സിസ്റ്റർ മരിയ തുടങ്ങിയവർ സംബന്ധിച്ചു. JCS വാരാഘോഷത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിൽ ടൗൺ JCSന്റെ നേതൃത്വത്തിൽ
മാവിൻ തൈകൾ വച്ചുപിടിപ്പിച്ചു. പ്രകൃതിമിത്ര അവാർഡ് ജേതാവ് KV കൃഷ്ണപ്രസാദ് വൈദ്യർ ഉദ്ഘാടനം നിർവഹിച്ചു. പല വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. തൃക്കരിപ്പൂർ പൂലേരി സ്കൂളിലെ ആവശ്യമായ സ്ഥലങ്ങളിലൊക്കെ ചെറുതരം മാവിൻ തൈകളും നാട്ടുമാവിൻ തൈകളും വെച്ചുപിടിപ്പിക്കാനാണ് ഉദ്ദേശം. രക്ഷിതാക്കളിൽ നിന്നും കുട്ടികളിൽ നിന്നും ശേഖരിച്ച നാട്ടുമാവിൻ തൈകളാണ് സ്കൂൾ പറമ്പിൽ വെച്ചുപിടിപ്പിച്ചത്. ചടങ്ങിൽ JCS പ്രസിഡന്റ് VM രഞ്ജിത്ത് അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപകൻ MP രാഘവൻ, കൂട്ടൻ, PTA പ്രസിഡന്റ് ബാബുരാജ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി AK നിതിൻ ചന്ദ്രപാൽ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. മാറ്റൊലി. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ കേരളത്തിൽ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ? പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. നവോത്ഥാന നായകനായ ശ്രീനാരായണനെ കുറിച്ച് ഇന്ന് നടക്കുന്ന വിവാദങ്ങൾ ചില തൽപര കക്ഷികൾ, ചില രാഷ്ട്രീയ പാർട്ടികൾ വെറും അവരുടേതായ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. കേരളത്തിൻ്റെ നവോത്ഥാന സാംസ്കാരിക രംഗത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ശ്രീനാരായണ ഗുരു നമ്മുടെ മതേതരത്വത്തിൻ്റെ മുതൽക്കൂട്ടാണ്. ആ മതേതരത്വത്തെയാണ് ശ്രീനാരായണ ഗുരുവിനെ അപമാനിക്കുന്നതിലൂടെ തച്ചുടക്കപ്പെടുന്നത്. ലോകത്തിലെ മുഴുവൻ ശ്രീനാരായണൻ ദൈവമായി കണക്കാക്കുന്ന ഗുരുദേവനെ ഇത്തരത്തിൽ ചിത്രീകരിച്ചതിൽ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന സംഭവമാണ്. അതിൽ ആരായാലും അതിന് കുറ്റക്കാരെ കണ്ടെത്തി നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പ് മുൻകൈ എടുക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഗുരുദേവനെ ഇത്രയും നിന്ദനീയമായി കാഴ്ചവെച്ചതിൽ ഇത് ലോകത്തിലെ എല്ലാവർക്കും വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന സംഭവമാണ്. യഥാർത്ഥമായിട്ടും ആ ഫ്ലോട്ടിൻ്റെ വക്താക്കൾ അങ്ങനെയല്ല അത് ഉദ്ദേശിച്ചത്. വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ചിത്രം ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുണ്ട്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള ഒരു പ്രവണത വളരെ ശക്തമായിട്ട് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിനെ നേരവകാശികളാണ് കമ്മ്യൂണിസ്റ്റുകാർ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഏറ്റവും അധികം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാർ സ്വപ്നം കാണുന്ന ലോകത്ത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ഒരു സാമൂഹ്യ സ്ഥിതി ഉണ്ടാവണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ ഏറ്റവും അധികം ആദരിക്കുന്നതും അംഗീകരിക്കുന്നതും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശ്രീനാരായണ ഗുരുവിനെ ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്വന്തം എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ശ്രീനാരായണ ഗുരു കേരളത്തിലെ മൊത്തം ജനവിഭാഗങ്ങളുടെയും ആത്മീയ ഗുരുവാണ്. ആ രീതിയിൽ തന്നെ അദ്ദേഹത്തെ കാണുകയും ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെയും അദ്ദേഹത്തിൻ്റെ ചിന്താശകലങ്ങളെയും ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിനാണ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നതും. അതാണ് ശരിയായ വഴി. ഇനി അറിയിപ്പുകൾ. പടന്ന ഗ്രാമപഞ്ചായത്തിലെ നിയോജക മണ്ഡലങ്ങളുടെ അന്തിമ വാർഡ് വിഭജനം പട്ടികയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പരിശോധനയ്ക്ക് വേണ്ടി പടന്ന ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും പടന്ന കൃഷിഭവൻ ഓഫീസിലും വില്ലേജ് ഓഫീസുകളിലും മറ്റ് പ്രധാനപ്പെട്ട പൊതുസ്ഥലങ്ങളിലും ലഭ്യമാണെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിക്കുന്നു. കൈത്തറി തൊഴിലാളി സെക്ഷനിൽ 3 മാസത്തെ പെൻഷൻ സെപ്റ്റംബർ 10 വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ പയ്യന്നൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ വെച്ച് വിതരണം ചെയ്യുന്നതായി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിക്കുന്നു. പരിയാരം KKNPM ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിൽ അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒഴിവിലേക്ക് ദിവസവേതനത്തിൽ നിയമിക്കുന്നു. അഭിമുഖം സെപ്റ്റംബർ 11 വെള്ളിയാഴ്ച രാവിലെ 10:30. വിശദവിവരങ്ങൾക്ക് 04972808960 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുപുഴ ATM കൗണ്ടറിൽ മോഷണം നടത്താൻ ശ്രമിച്ച കേസിൽ 17-കാരൻ പോലീസ് പിടിയിലായി. അധികൃതരുടെ കടാക്ഷം കാത്ത് ക്ഷേത്രം സ്ഥാനികരും കോലക്കാരും. പ്രഖ്യാപിച്ച ഉയർന്ന വേതനം വിതരണം ചെയ്യാത്ത ദേവസ്വം ബോർഡിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഉദ്ഘാടനാരവം അടങ്ങും മുൻപ് ചോർന്നൊലിച്ച് ചെറുകുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. മാടായിക്കാവിൽ TV രാജേഷ് MLAയുടെ ഫണ്ടിൽ നിന്ന് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വ്യാപക തിരച്ചിൽ.
ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.